എടാ, ഐശുവിനെ കോമുട്ടിയൊക്കെ ഒരു ആലോചന ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ അത് നടക്കുന്നില്ലമ്മ. ഏ എന്താ ഇപ്പം നടക്കാത്തു? അവരെത്ര സ്ത്രീധനം ചോദിക്കണറിയമ്മ? 10 ലക്ഷം 50 പവനൊക്കെ. ഇതൊക്കെ എന്നെ കൊണ്ട് കൂട്ടി കൂടും. പിന്നെ കുട്ടിനെ വെറും കൈയോടെ ഇറക്കി വിടാനാ അപ്പം എൻ്റെ ഉദ്ദേശം? അങ്ങനൊന്നും അല്ലമ്മ. നമ്മൾ കൊക്കിലോ ഇതിനെ കൊത്തിയാൽ പോരെ. പിന്നെ ഈ സ്ത്രീധനം ചോദിക്കണമെങ്കിൽ സ്ത്രീധനം വേണ്ട, അല്ല പെൺകുട്ടിനല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. അല്ലപ്പോൾ ഈ കടക്കെ വാങ്ങിക്കുട്ടി കല്യാണം നടത്തുക. ആവശ്യങ്ങൾക്ക് കടം മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ശമ്പളം കിട്ടുന്ന പണി നോക്കണേ. ആ, ഇത്രയൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടേ നിങ്ങൾ തന്നെ പറയട്ടമ്മ. ഓ, ഇക്കൊക്കെ എന്താ ഐഫോണ്, ബൈക്ക്, ഇതിൻ്റെയൊക്കെ ലോൺ അടയ്ക്കുന്നില്ലേ? പിന്നെ ഞാൻ നയിക്കുന്നതായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ട മോളെ. കുടുംബത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ടാണ് സ്വന്തം കാര്യം നോക്കല്. അങ്ങനെയാണ് ആമക്കള്. ആ ആയിക്കോട്ടെ, ഞാൻ കുടുംബം നോക്കത്തന്നെ. ഞാൻ ഇപ്പം എന്താ വേണ്ടത്? കടം മേടിച്ചപ്പോൾ കെട്ടിച്ചയക്കണം? അല്ല, എൻ്റെ ഉപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ കടങ്ങൾ. പൊന്നാരൻ്റെ അമ്മ അതൊക്കെ വീട്ടിൽ വരുന്നുള്ളൂ. ഞാൻ നിങ്ങൾ അടുത്ത കടത്തേക്ക് തള്ളി വിടില്ലേ? ഞാൻ തന്നെയല്ലേ ഈ കുടുംബം നോക്കണേ ഉമ്മ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ അത്ര നിർബന്ധമാണെങ്കിലേ ഈ വീടും പേരെ നമുക്ക് കിട്ടിയ വിലക്കണ്ട് വെക്കാം, എന്നിട്ട് ഓൾറെഡി കെട്ടിക്കാം. ആ, എന്നിട്ട് ഞാൻ വല്ല പീഡിയത്തിനാലും പോയി കിടക്കേണ്ടി വരും അല്ലേ? ഇത്ര വലിയ ബാധ്യത നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂലമ്മ. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി. പിന്നെ എനിക്ക് എന്താ പറ്റുക? തിന്നാൻ നേരമാകുമ്പോൾ കയ്യും കഴുകി വന്ന് കുത്തിരിക്കാനോ?